അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഖുർആൻ്റെ വില മനസ്സിലാക്കിയവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും റൈറ്റ് വാല്യൂവിൽ സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അവർക്ക് നന്മ ഏതാണ്, തിന്മ ഏതാണ്, അതേപോലെ ബാത്തിലായിട്ടുള്ള കാര്യങ്ങൾ, ഫോൾസ്ഹുഡ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അവർ മാക്സിമം ഫിത്നകൾ അവോയ്ഡ് ചെയ്യും. ഇതാണ് ഖുർആൻ. മനസ്സിലായ? ഖുർആൻ എന്നെന്താണ്? വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഡിസ്റ്റിങ്വിഷ് ചെയ്യിപ്പിക്കുന്ന ഒരു വാല്യൂബിൾ അസറ്റാണ്. അത് പലർക്കും അതിൻ്റെ വാല്യൂ അറിയില്ല. എന്താണ് നമ്മുടെ ലൈഫിൽ ഖുർആൻ്റെ പേർപ്പസ്? ജസ്റ്റ് ഖുർആൻ ഓതൽ മാത്രമല്ലല്ലോ, അല്ലേ? തജ്വീദ് അനുസരിച്ച് ഓതുന്നത് മാത്രമല്ല. നമ്മൾ ഈ ലോകത്ത് വരാനുള്ള കാരണം തന്നെ ശരിക്കും പറഞ്ഞാൽ ഖുർആനും അതിനൊരു വലിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഖുർആനുമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്തിനാണ് സൃഷ്ടിച്ചതെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ശരിക്കും ഖുർആൻ്റെയും വാല്യൂ മനസ്സിലാവും. എന്താണ് ഈ ദുനിയാവിൽ നമ്മുടെ റോൾ? ഇഫ് വി അണ്ടർസ്റ്റാൻഡ് ദിസ്, we can also understand the purpose of the Quran. ആക്ച്വലി രണ്ട് പേർപ്പസ് ഉണ്ട് എന്താണ് പറയുന്നത്, രണ്ട് ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഖുർആൻ ഇറക്കിയിട്ടുള്ളത് നമുക്ക് ട്രയൽ ആൻഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതായത് നമുക്ക് പരീക്ഷണങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ പേർപ്പസ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയ എന്നുള്ളത് നമുക്കൊരു എക്സാം പോലെയാണ് ഇറക്കിയിട്ടുള്ളത്. ഒരു ഹോമാണ് ഓഫ് ദ ഹോംലെസ്. ദുനിയ ഈസ് ദ ഹോം ഓഫ് ദ ഹോംലെസ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വീടില്ലാത്തവർക്ക് വീടാണ് ദുനിയാന്ന്. ഏത് വീടാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഹോംലെസ് എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വീടാണ് ഈ ദുനിയ. പക്ഷേ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന മുത്തഖീങ്ങൾ, അതേപോലെ മുഅ്മിനീങ്ങൾ, ഇവർക്ക് ഇത് വീടല്ല, ഈ ദുനിയാവ് വീടല്ല. മനസ്സിലായോ? ദുനിയ ഈസ് ദ ഹോം ഓഫ് ദ ഹോംലെസ് എന്ന് പറയുന്നത് ആഖിറത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാത്തവർക്ക്, അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഇത് ഒരു ഹോമാണ്. നമ്മുടെ ശരിക്കുള്ള എറ്റേണൽ ബോർഡ് അല്ലെങ്കിൽ അവസാനത്തെ വീടും ഒന്നും ഇവിടെ ഇല്ല. നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാലോ, അല്ലേ? നമ്മുടെ ട്രൂ ഹോം ഏതാണ്? നമ്മുടെ ശരിക്കുള്ള സത്യമായിട്ടുള്ള വീട് ജന്നയാണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെല്ലാവരും എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. നമ്മുടെ ശരിക്കുള്ള വീട് ജന്നയാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആ വീട്ടിൽ കയറണ്ടേ, എത്തണ്ടേ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും, അല്ലേ? ബാക്കിയുള്ളവരൊക്കെ വീടില്ലാത്തവരാണ്. ഈ ഒരു ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് 2 പേർപ്പസസ് ഉണ്ട് ഖുർആൻ്റെ. ഫസ്റ്റ് വൺ എന്താണ്? ട്രയൽ ആൻഡ് ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്ത് ടെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളത് തരണം ചെയ്യാൻ പഠിക്കണം. അള്ളാഹ് ഡസൻറ്റ് ബേർഡൻ എ സോൾ ബിയോണ്ട് ഇറ്റ്സ് ലിമിറ്റ് എന്നല്ലേ? നമ്മുടെ മക്കളിലൂടെ ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ഫൈനാൻഷ്യലി നമ്മുടെ വീട്, നമ്മുടെ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷണങ്ങളുണ്ടാവും. ഇതെല്ലാം ടെസ്റ്റാണ്. എന്ത് ടെസ്റ്റ് നിങ്ങൾ സഫർ ചെയ്താലും ഒരു കൂലി അള്ളാഹിൻ്റെ അടുത്ത് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും 5 കാര്യത്തിലൂടെ പരീക്ഷിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാര്യങ്ങൾക്ക്, അതായത് ഈ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്താണ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഹങ്കർ, വിശപ്പിലൂടെ, പിന്നെ അതേപോലെ ഫിയർ, പേടിയിലൂടെ, പിന്നെ ലോസ് ഓഫ് വെൽത്ത്, ലോസ് ഓഫ് ചിൽഡ്രൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ. ലോസ് ഓഫ് ലൈഫ്. ഇങ്ങനെയുള്ള 5 കാര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരും പരീക്ഷിക്കും. ഈ പരീക്ഷണത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്, നാം എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അതേപോലെ നാം എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ, എങ്ങനെയാണ് നാം ആലോചിക്കേണ്ടത്, ഇത് നമ്മളെല്ലാവരും ഒരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ലോസസ് ഉണ്ട്. ഈ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് നമ്മൾ തളരാൻ പാടില്ല, അല്ലേ? നാം നമ്മുടെ വീട് ഇതല്ല, ഈ ദുനിയാവല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു പരീക്ഷണമാണ്. നമ്മുടെ മക്കൾ മരിച്ചുപോയി, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട ഒരുപാട് പേരുണ്ടാവില്ലേ? അവരെയൊക്കെ നമ്മൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഫൈനലി മുസ്ലിംസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്, അല്ലേ? നമ്മൾ സ്വർഗത്തിൽ പോയാൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു ചിന്ത അറ്റ്ലീസ്റ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും, അല്ലേ? ഇതാണ് ഫസ്റ്റത്തെ പേർപ്പസ് ഓഫ് ദ ഖുർആൻ. ട്രയൽസ് ആൻഡ് ടെസ്റ്റ്. റൂൾസ് ഓഫ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് ഖുർആനാണ്, അല്ലേ? നൂഹ് അലൈഹിസ്സലാം എത്ര
വർഷങ്ങൾ വരെയാണ് ദാവ നടത്തിയത്? ആർക്കെങ്കിലും അറിയോ? 950 ഇയേഴ്സ്, അതായത് 950 ഇയേഴ്സാണ് ദാവ ചെയ്തത്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ആ നബിക്ക് ഇല്ല. ഒരുപാട് പേര് അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ദേ മേഡ് ഫൺ ഓഫ് ഹിം. ആരും കൂടെ ഉണ്ടായിട്ടില്ല ആക്ച്വലി. അത് ആക്ച്വലി അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തൊരു ടെസ്റ്റ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്കൊരു 10 ദിവസം തന്നെ നമ്മളെ മക്കളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് സബ്ർ നഷ്ടപ്പെടും. പോട്ടെ, ഒരു ദിവസം തന്നെ 10 പ്രാവശ്യം ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാമിന് കൊടുത്ത പരീക്ഷണം നോക്ക്. ഇതാണ് പേർപ്പസ് ഓഫ് ദ ഖുർആൻ. നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റത്തെ പേർപ്പസ് ഒരു ടെസ്റ്റാണ്. അദ്ദേഹം തൗഹീദിലേക്ക് 950 ഇയേഴ്സാണ് ആളുകളെ വിളിച്ചിട്ടുള്ളത്, അല്ലേ? അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് അദ്ദേഹം കണ്ടത്. നൂഹ് അലൈഹി സ്വലാം ഇത് കണ്ടത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്. ഒരു ഫേവർ ചെയ്ത് കൊടുത്തല്ലേ അള്ളാഹു അദ്ദേഹത്തെ ചൂസ് ചെയ്തു, സെലക്ട് ചെയ്തു ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്. സോ നൂഹ് അലൈഹി സ്വലാം അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കണ്ടത്, തളർന്നിട്ടില്ല. അദ്ദേഹത്തെ വിളിക്കുന്നത് അബ്ദുൻ ഷുക്കൂറൻ എന്നാണ് പോലും, അതായത് ഗ്രേറ്റ്ഫുൾ സ്ലേവ്. മനസ്സിലായി? ഏറ്റവും നന്ദിയുള്ള സ്ലേവ് എന്നാണ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. എല്ലാ നബിമാർക്കും ഓരോരോ പരീക്ഷണങ്ങളും അതൊക്കെ അവർക്കൊരു ട്രയലാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടും നമ്മുടെ യഥാർത്ഥ വീട് ജന്ന എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരൊക്കെ മുന്നോട്ട് ജീവിച്ചു പോയത്. സ്വത്തും ആഡംബര ജീവിതമൊന്നും ഒരു നബിമാർക്കും ഉണ്ടായിട്ടില്ല. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആട്ടിടയന്മാരാണ്, ഷെപ്പേർഡ്സാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു ട്രയലാണ് ഫസ്റ്റ് പേർപ്പസ് ഓഫ് ദ ഖുർആൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രൈഡ്, ടെസ്റ്റ് ആൻഡ് ട്രയൽ. അള്ളാഹു സുബ്ഹാനഹു വതആല സോളിഡായിട്ടുള്ള ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമങ്ങളുണ്ട് ഖുർആനിൽ. അവസാനം, അതായത് ദ എൻഡ് ഇസ് ഫോർ ദ ബിലീവേഴ്സ് എന്നാണ്, അല്ലേ? അവസാന നാളിൽ ആ പരീക്ഷണപ്പെടുന്ന ആ കാര്യങ്ങളും അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നിൽക്കുന്നതും ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഖിയാമത്ത് നാളിൽ ആ എൻഡ് ജയിക്കുന്നവരാരാണ്? മുഅ്മിനീങ്ങൾ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ജയിക്കണമെങ്കിൽ, ആഖിറത്തിൽ ജയിക്കണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ് ഹിയർ. നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ക്ലാസ്സുകൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഡോക്ടറൊക്കെ ആയത് തന്നെ ഒരുപാട് ബുക്സൊക്കെ വായിച്ചിട്ട് തന്നെ. അപ്പോൾ പാസ്സാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഓരോ വർഷങ്ങളും കഷ്ടപ്പെട്ടതിന്. സോ സക്സസ് ആണ് ആവുമ്പോൾ. അതേപോലെ തന്നെയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ഈ ദുനിയാവിൽ പോരാടിയേ പറ്റൂ, അല്ലേ? പോരാടുക, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക. സോ നബിമാരെയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല ടെസ്റ്റ് ചെയ്തത്. അത്രയും വലിയ ട്രയൽസൊന്നും നമുക്കാർക്കും ഇല്ല ആക്ച്വലി. യാക്കൂബ് അലൈഹി സ്വലാം ആയാലും, യൂസുഫ് നബി അലൈഹി സ്വലാമിനും, മൂസ നബി അലൈഹി സ്വലാം ആയാലും, ആദം നബി അലൈഹി സ്വലാം ആയാലും, എല്ലാ പ്രോഫറ്റ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയാൽ പോലും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അവർക്ക് തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നബിമാരെ ആലോചിക്കുക. മനസ്സിലായോ? പിന്നെ സെക്കൻഡ് പേർപ്പസ് എന്താണ്? ഫസ്റ്റത്തെ പേർപ്പസ് നമ്മൾ പറഞ്ഞു, അതായത് ഖുർആൻ്റെ ഫസ്റ്റ് പേർപ്പസ് എന്താണ്? ട്രയൽ ആൻഡ് ടെസ്റ്റ്. രണ്ടാമത്തെ പേർപ്പസാണ് ഉബ്ദിയ, അതായത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കണം. വി ആർ എ സെർവൻറ്റ് ഓഫ് അള്ളാഹ്, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. സബ്മിറ്റിംഗ് ആൻഡ് സറണ്ടറിങ്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെച്ച് സബ്മിറ്റ് ചെയ്യുകയാണ്, അല്ലേ? ജസ്റ്റ് പ്രേയിങ് എന്നുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്, നമസ്കാരം, നോമ്പ് എന്ന് മാത്രമല്ല, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. എന്താണ് മുസ്ലിം എന്ന് പറയുന്നത്? മുസ്ലിം ഇസ് എ പേഴ്സൺ ഹു സബ്മിറ്റ്സ് ടു ദ വിൽ ഓഫ് അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിം എന്ന് പറയുന്ന വേർഡിൻ്റെ ഡെഫിനിഷൻ. നമ്മളൊക്കെ എങ്ങനെയാണോ? നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്നു പല കാര്യങ്ങളും, എല്ലാ മനുഷ്യന്മാരും, അല്ലേ? എങ്ങനെയാണ് നമ്മളൊരു ഗുഡ് സെർവൻ്റ് ആവുന്നത്? അതായത് രണ്ടാമത്തെ പേർപ്പസ് എന്താണ്? ഖുർആൻ്റെ ഉബ്ദിയ, അതായത് നമ്മളൊരു സെർവൻറ്റ്, ബെസ്റ്റ് സെർവൻറ്റ് ഓഫ് അള്ളാഹ് ആയിട്ട് ജീവിക്കണം. സോ ഹൗ ക്യാൻ വി ബി എ ഗുഡ് സെർവൻറ്റ് ടു അള്ളാഹ്? ഗുഡ് സെർവൻറ്റ് അല്ലെങ്കിൽ നല്ല ഇബാദികളാവാൻ വേണ്ടിയിട്ട് നാം ഡെയിലി ഖുർആൻ ഓതേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ മീനിങ്സ് ആക്സസ് ചെയ്യുന്നില്ല, അല്ലേ? എല്ലാവരും ഒരുപാട് ഖത്തം തീർക്കും നോമ്പിന്, പക്ഷെ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കില്ല, അല്ലേ? ആരൊക്കെയാണ് ശരിക്കും ആ എഫേർട്ട് ഇടുന്നത് ട്രാൻസ്ലേഷൻ നോക്കാൻ വേണ്ടിയിട്ട്? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ തുടങ്ങുന്ന റമദാൻ്റെ ടൈം നിങ്ങളൊരു നിയ്യത്ത് വെക്കാൻ, ലൈക്ക് ഞാൻ 30 ജുസിൻ്റെ ഉള്ളടക്കം ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. ഖുർആന് വായിക്കുന്നതിനേക്കാളും അതിൻ്റെ കൂടെ നിങ്ങൾ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ തഫ്സീർ ഒന്നിച്ച് വായിക്കാൻ വേണ്ടി, പഠിക്കാനല്ല, ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട്, ആ ഓരോ ജുസ് ഡെയിലി വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയുള്ള നിയ്യത്തെങ്കിലും
നമ്മൾ ചെയ്യാറുണ്ടോ അത് നമ്മൾ ചിന്തിക്കണം. സോ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഉമ്മത്തികൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു റിട്ടേൺ ബാക്ക് ടു ദ ഖുർആനിലേക്ക് നമ്മൾ എല്ലാവരും തിരിച്ചു പോകണം. ഈ സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ഒരുപാട് ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് നമുക്ക് ടൈമില്ല ശരിക്കും. അതായത് നമ്മൾ ഖുർആനിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ നമുക്കൊരു തിരിച്ച് പോക്ക് വേണ്ടേ? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ ഒരുപാട് ടൈം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയം എത്രയാണ് വേസ്റ്റ് ആക്കുന്നത്? ഷെയ്ത്താൻ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? സോ ഇറ്റ്സ് ടൈം ദാറ്റ് വി ടേൺ ബാക്ക് ടു ദ ഖുർആൻ. ബിക്കോസ് എല്ലാ സിറ്റുവേഷനിലും അതിൽ ഹിദായത്ത് ഉണ്ട് അല്ലേ? സന്മാർഗം, നേർമാർഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ മോട്ടിവേഷൻ ഉണ്ട്, അതിൽ റിമൈൻഡേഴ്സ് ഉണ്ട്, വാർണിങ്സ് ഉണ്ട് അല്ലേ? ഈ ദുനിയാവ് ഒരു ജ്വല്ലറി ഷോപ്പ് പോലെയാണ്. അതായത് ഫുള്ള് നമുക്ക് ഒരുപാട് ഗോൾഡ്സും ജ്വൽസും സ്റ്റോൺസും കാണും. ആളുകൾ അതിൻ്റെ ബാക്കിലേ ഓടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ കല്ലുകളും അതേപോലെ തന്നെ ജ്വല്ലറി, പ്രഷ്യസ് സ്റ്റോൺസും എല്ലാം നമുക്ക് ശരിക്കും ആഖിറത്തിൽ കിട്ടണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചേ പറ്റുള്ളൂ. ഖുർആൻ്റെ വാല്യൂ ശരിക്കും മുഅ്മിനീങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താണ് അതിൻ്റെ വേർത്ത് എന്നുള്ള കാര്യം. നമ്മുടെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ ഇറക്കി തന്നു. പക്ഷേ എത്ര പേരാണ് അതനുസരിച്ച് ജീവിക്കുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് കാര്യത്തിൽ എൻഗേജ് ആയിട്ട് നമുക്ക് സമയമില്ലാത്ത പോലെ എല്ലാ കാര്യത്തിനും. ഖുർആൻ എന്ന ഗ്രന്ഥം നമ്മെ എല്ലാത്തിനും ഉപരി കാണാൻ പഠിപ്പിക്കും. മനസ്സിലായ? ലൈക്ക് വി ക്യാൻ സീ വാട്ട് ഈസ് ബിയോണ്ട് എവറിത്തിങ്. ചില ആളുകൾ എപ്പോഴും ഖുർആൻ ഒന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ പ്രായമുള്ള ഉമ്മമാരും ഒരുപാട് ഖത്തം തീർക്കുന്നുണ്ടാവും അല്ലേ? അതിലൊക്കെ കൂലിയാണ്. പക്ഷെ എന്നാലും സ്റ്റിൽ ദേ ആർ സ്പെൻഡിങ് ഫോർ ദ ടൈം ഓഫ് അല്ലാഹ് അല്ല, ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. അതായത് അള്ളാഹുവിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാണെങ്കിലോ നമുക്ക് ഭയങ്കര ബിസി. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഖുർആനുമായിട്ടുള്ള ബന്ധം പുലർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്ങനെയെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യും. എങ്ങനെയെങ്കിലും വി ഹാവ് ടു ഫൈറ്റ് ഇറ്റ്. മക്കൾക്ക് സുഖമില്ലാണ്ടാവും, മക്കളെ കാര്യം നോക്കണം, സ്കൂളിലെ കാര്യം നോക്കണം, എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു ഉമ്മക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ക്ഷീണം പിടിച്ചിട്ട് ലാസ്റ്റ് ഖുർആൻ തുറക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മളൊരു ഉമ്മയാണ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പാരൻറ്റിൻ്റെ ഉമ്മയാണ്. പക്ഷേ അതിനേക്കാളും മുമ്പ് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ടൈം ടേബിൾ സെറ്റാക്കണം. വി ഹാവ് ടു സെറ്റ് എ ടൈം ടേബിൾ ദാറ്റ് എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു പോർഷൻ ഓഫ് ദ ഖുർആൻ നമ്മൾ ഓതാൻ വേണ്ടിയിട്ട്, അതേപോലെ മീനിങ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നിങ്ങൾ ഖുർആനുമായിട്ട് ഇപ്പോൾ നമ്മൾ തഫ്സീർ പഠിക്കാൻ പോകുന്നല്ലേ, നമ്മൾ ഖുർആനായിട്ട് തുടരുമ്പോൾ നിങ്ങളുടെ ബാഗേജ് നിങ്ങൾ പുറത്തേക്ക് വെക്കുക. അതാ പറയുന്നത്. എന്ത് ബാഗേജാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗൂഗിളിലുള്ള ഐഡിയാസും അതേപോലെ തന്നെ കൾച്ചറൽ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ ഇങ്ങനെയാണ് ചെയ്തത്, സോ ഞാൻ ഇത് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഇവരിങ്ങനെയാണോ ചെയ്യുന്നത്, സോ അത് മാത്രമേ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? പിന്നെ അതേപോലെ ഓരോ സെക്ട്സ് ഡിവൈഡ് ചെയ്തത്. ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എല്ലാ ഉമ്മത്തികൾക്കാണ്, ഹോൾ നേഷന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടല്ല. ഫോർ എവ്രി വൺ ദ ഖുർആൻ ഇസ് ദ സെയിം അല്ലേ? ഇപ്പോൾ ആളുകളാണല്ലോ ഈ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഒരുപാട് ഐഡിയോളജീസ്, പല തരത്തിലുള്ള ഐഡിയോളജി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ തഫ്സീർ വായിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റിയിട്ട് വെക്കാനാണ് പറഞ്ഞത്. ചെറിയ കുട്ടി ആദ്യമായിട്ട് ABCD അലിഫ് ബാത്ത പഠിക്കുന്ന എങ്ങനെയാണ് ഒന്നും അറിയാറുണ്ടല്ലേ, അതുപോലെ വരാനാണ് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. അതായത് കീപ്പ് യുവർ ലഗേജ് ഔട്ട്സൈഡ്. നിങ്ങൾക്കുള്ള ഈ ചെറിയ വിവരം നിങ്ങൾ പുറത്തേക്ക് വെച്ചിട്ട് ശരിക്കും തഫ്സീർ വായിക്കുമ്പോൾ നിങ്ങളെ ഹാർട്ട് ഓപ്പൺ ആവണം കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ പറയും ഈ ആയത്ത് ഇങ്ങനെയാണ്, സോ ഇത് മാത്രം ഞാൻ ഫോളോ ചെയ്യുള്ളൂ അല്ലേ? അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് അവർ ഖുർആൻ്റെ ആയത്തുകൾ പറയും. അവർക്ക് ഒരു ഐഡിയോളജി ഉണ്ടാവും അല്ലേ? അവർക്ക് അവരുടെ മെത്തേഡ് ഉണ്ടാവും, കൾച്ചർ ഉണ്ടാവും. സോ അതനുസരിച്ചിട്ട് ആ ആയത്തിനെ മോൾഡ് ചെയ്യൽ. മനസ്സിലായ? സോ അങ്ങനെയല്ല. ഓക്കെ. സോ ചില ആൾക്കാർ പറയും ഖുർആൻ മാത്രം നമ്മൾ വിശ്വസിക്കുള്ളൂ, ഹദീസിൽ വിശ്വസിക്കില്ല. അതൊരു വേറെ വിഭാഗക്കാരാണ്. അങ്ങനെയല്ല, ഖുർആനും ഹദീസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, ശ്രദ്ധിച്ച് ഉൾക്കൊള്ളാം. മനസ്സിലായ? സോ കം ആൻഡ് ടേക്ക് ദി നോളേജ് ഫ്രം ദ ഖുർആൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സോ നല്ലൊരു രീതിയിൽ നമുക്ക് സൂറത്തുൽ ബഖറയുടെ തഫ്സീർ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡെയിലി 2 ആയത്ത് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബഖറ തുടങ്ങാം. ജസാക്കല്ലാഹു ഖൈറൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.